സൈബർ ഗൈസ് നമ്മുടെ കോട്ടയം ഭാഗത്താനുള്ള വണ്ടിയാണ്. ഓണർ പ്രിയൻ മാത്യു ഗൈസ്. അതേപോലെ മാനേജറായിട്ടുള്ള അരുൺ റോയും, അതേപോലെ സ്റ്റാഫ് ഐത്തുൽ ജോബിനും ഉണ്ണിയും, അതേപോലെ സുരാജും ഗൈസ്. ഇവർ ആദ്യം ഒരു അംബാസഡർ കാറിലാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ അതിനുശേഷം 2005 ഒരു സുമോ കാര്യങ്ങളൊക്കെ എടുത്ത് കളത്തിലേക്ക് വരുന്നു. ടാക്സി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അതിനുശേഷം 2010 ആദ്യം ലൈൻ ബസ് കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് വന്നു. അതിനുശേഷം ഫസ്റ്റ് ടൂറിസ്റ്റ് ബസ് എന്നുള്ള രീതി പാർട്ട്ണർഷിപ്പിൽ ഒരു വണ്ടി എടുത്ത് കളത്തിലേക്ക് വരുന്നു. പക്ഷേ പാർട്ട്ണർഷിപ്പ് കൂടെ നാളെ ചതിച്ചതിന്റെ പേരിൽ ആ വണ്ടി കൊടുത്തൊഴിവാക്കേണ്ടി വന്നു. അതിനുശേഷം 2 വർഷത്തിന് ശേഷം വീണ്ടും ഒരു 2 ലൈൻ ബസ്സും കൂടി എടുത്ത് കളത്തിലേക്ക് വന്നു. അങ്ങനെ മുന്നോട്ട് വന്ന് 2013 ഫസ്റ്റ് ചേസ് കാര്യങ്ങളൊക്കെ എടുത്ത് പ്രകാശിൽ കൊണ്ട് ബോഡി കാര്യങ്ങളൊക്കെ കിട്ടി കിടിലമായിട്ട് ഇറക്കി കളത്തിക്കൊണ്ടുവന്നു. നല്ല രീതിക്ക് ഓട്ടവും കാര്യങ്ങളൊക്കെ പോകാൻ തുടങ്ങി. അതിനുശേഷം 2017 മോഡൽ ഒരു വെഗാ വണ്ടി എടുത്തു. വെഗാ വണ്ടി എടുത്തതിന് ശേഷം 2024 ആദ്യം എടുത്ത 2013 എടുത്ത ടൂറിസ്റ്റ് ബസ് സെയിലാക്കിയതിനു ശേഷം ഈ വെഗാ വണ്ടി ഇട്ട് കളത്തിൽ ഓടിക്കാൻ തുടങ്ങി. നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന സമയത്താണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ഇഷ്യൂ വന്ന സമയത്ത് വണ്ടി കൊടുക്കാമെന്നുള്ള തീരുമാനത്തിൽ ആ വണ്ടി കൊടുത്ത് ഒഴിവാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മറ്റേ ആനയില്ലാത്ത ആനക്കൊട്ടില് പോലെ കിടന്നതുകൊണ്ട് വീണ്ടും വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വീണ്ടും കുറച്ച് തപ്പിയതിനു ശേഷം ഒരു BS3 സെഡസ്ത്ര കാര്യങ്ങളൊക്കെ എടുത്ത് കളത്തിലേക്ക് വരുന്നതെന്ന് പറയുന്നത്. അങ്ങനെ വണ്ടി കൊണ്ടുവന്നു. അത് അത്യാവശ്യം നല്ല രീതിക്ക് മുന്നോട്ട് പോയി. അതിനുശേഷം 2025 ടാറ്റ മാർക്കോപോളോ 24 സീറ്റ് വണ്ടി എടുത്ത് കളത്തിൽ കൊണ്ടുവന്ന് ഇപ്പൊ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം അതിനുശേഷം ഇനി വരാൻ പോകുന്നത് BS6 വണ്ടിയാണ്. അപ്പം അത് ലൈലാൻഡോ ടാറ്റയോ എന്ന് 2025 ലാസ്റ്റോടുകൂടി കളത്തിൽ അവനും വരുന്നതായിരിക്കും. അപ്പം അതിനുവേണ്ടി കട്ട വീട്ടി